എന്റെ മകനെ രാഷ്ട്രീയമായി തകർക്കാൻ ചിലർ ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയാണിത്. 10ഓളം ഫയലുകൾ വേണമെങ്കിൽ ഇതിന് തെളിവായി ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം ബോധരഹിതനായി കിടക്കുകയല്ലായിരുന്നു. എന്നിട്ടും ശരിയായ ചികിത്സ നൽകുന്നില്ലെന്ന പേരിൽ വലിയ പുകിലുണ്ടാക്കി ചാണ്ടിയുമ്മനെ വേട്ടയാടാനാണ് പലരും ശ്രമിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മന്റെ വാക്കുകളാണിത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിന്റെ ശൂന്യത കുടുംബത്തെ വല്ലാതെ ബാധിക്കുമ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് മറിയാമ്മ ഉമ്മൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. ആഡംബരങ്ങളില്ലാതെ പോസ്റ്ററുകളോ ഫ്ലക്സ് ബോർഡുകളോ പോലും വെക്കാതെ സൈക്കിളിൽ വോട്ട് തേടുന്ന ചാണ്ടിയുമ്മന്റെ വിജയത്തിനായി അവർ ഉറച്ചു നിൽക്കുന്നു. മകൾ മറിയ ഉമ്മന്റെ കാര്യത്തിലും ചാണ്ടിയുമ്മന്റെ മന്ത്രിസ്ഥാനത്തെ കുറിച്ചുമൊക്കെയുള്ള തന്റെ വ്യക്തമായ നിലപാടുകൾ അവർ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ചാണ്ടി ഇല്ലാത്തതെന്ന് പറയുമ്പം ഒരു വലിയൊരു വാക്യൂം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഒപ്പം തന്നെ ചാണ്ടിമോന് അത് നികത്താൻ കുറേയൊക്കെ പറ്റുന്നുണ്ട്. വിജയപ്രതീക്ഷ എത്രത്തോളം UDF അധികാരത്തിൽ വേണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാറുള്ള സമയത്ത് എങ്ങനെയായിരുന്നു ഈ ക്യാമ്പയിൻ? അതേപോലൊക്കെ തന്നെയാണോ ചാണ്ടി? രണ്ട് വ്യത്യസ്ത ശൈലിയാണ്. ഇതുപോലെ സൈക്കിളിൽ കയറി പോകും. എൻ്റെ ഉമ്മൻചാണ്ടി ഇത്രയും ഒരു ചാണ്ടിപ്പനെ കുറച്ചുകൂടെ യുവത്വം, കുട്ടിത്തം ഒക്കെ കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടി എപ്പോഴും ഒരു വെരി മിച്ചർ പേഴ്സൺ. ചാണ്ടി ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ അമ്മയുടെ ഒരു വിലയിരുത്തൽ? അതൊക്കെ അവർ പാർട്ടിക്കാരും ദൈവമൊക്കെ തീരുമാനിക്കുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ മകനൊരു മന്ത്രിയാകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. ഇത്തവണ മറിയ ഉമ്മന്റെ പേരും വളരെ സജീവമായിട്ട് ചർച്ചകളിലുണ്ടായിരുന്നു. മറിയ മത്സരിക്കുന്നതിനോട് എന്തായിരുന്നു? അത് നേരത്തെ ചാണ്ടിമൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹവും പറഞ്ഞിട്ടുണ്ട്. CM ഒക്കെ ആയിട്ട് നല്ല ബന്ധമില്ലായിരുന്നോ പിണറായി ഒക്കെ ആയിട്ട്? എങ്ങനെയാണ് അവരുടെ? വ്യക്തിപരമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ചികിത്സ അതെനിക്കൊരു വേറെ തന്നെയാണ്. ഉമ്മൻചാണ്ടിക്ക് തൊണ്ടയ്ക്ക് മാത്രമേ അസുഖം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയോട് ആരാണ്ട് എഴുതി കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായിട്ട്, മക്കളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഉമ്മൻചാണ്ടിയോടോ എന്നോടോ പോലും ചോദിക്കാതെ അതിൻ്റെ പുറത്ത് ഒരു ബോർഡിനെ നിയമിച്ചതിൽ എനിക്ക് ഇന്നും എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്, ദുഃഖമാണ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത്? ഒരു ഭാര്യയെന്ന് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് തൊണ്ടയ്ക്ക് മാത്രമല്ല, ഉമ്മൻചാണ്ടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് കിട്ടുന്നുണ്ടോ, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ, എങ്ങനെയാണെന്ന് ചോദിക്കാതെ. ഉമ്മൻചാണ്ടി ബോധം കിടക്കുന്ന ആളല്ലായിരുന്നല്ലോ. ഭാര്യയും മക്കൾ ചികിത്സിക്കായിരുന്നു. ഒരു 10 ഫയൽ ഇപ്പം വന്ന് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. മേയോ ക്ലിനിക്കോട്ട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി എവിടെയെല്ലാം പോയിട്ടുണ്ടെന്നുള്ളത്. RCC 2019 നവംബർ 19 പോകാനായിട്ടിരുന്നതാണ്. അപ്പോഴേ ഡെങ്കി വന്നു, കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞു. പിന്നെ ഇത് കൗണ്ട് കൂടുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ശരി. പക്ഷെ എനിക്ക് ഇന്നും ആ ഹൃദയത്തിൽ അതിഭയങ്കരമായ വേദനയുണ്ട്. അത് കുടുംബത്തെ മോശമാക്കാനായിരുന്നു. അത് ചാണ്ടിമന് കടുംപെട്ട് വെട്ടിയതല്ലേ. അതിനകത്ത് വലിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. പിന്നെ ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതണം മോനെ. ഇനി അതൊന്നും ഞാൻ പറയത്തില്ല, അതൊന്നും ഞാൻ പറയത്തില്ല, അതൊന്നും പറയത്തിൽ ശരിയാവത്തില്ല. ഗൂഢാലോചന ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ഉമ്മൻചാണ്ടി ഞാൻ കണ്ടിരിക്കും ഷാർപ്പ്, ഞാൻ ജീവിതത്തിൽ കണ്ടിരിക്കും ഏറ്റവും വലിയ ഷാർപ്പ് പൊളിറ്റീഷ്യനുമാണ്, ബുദ്ധിമാനുമാണിത്. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് മാത്രമേ അസുഖമുള്ളായിരുന്നു. ഇത് ചോദിക്കേണ്ട മാന്യതയില്ലേ? ഇപ്പൊ അതെങ്ങനെ ഒരു വേദനയായിട്ട് നിൽക്കാൻ കാരണം? ഇപ്പോഴല്ല, അന്നോട്ട് തുടങ്ങി വേദനയുണ്ട്. ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചോണ്ട് പറഞ്ഞ ക്ഷമ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങൾ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. അത് ഗണേഷിന്റെ കേസിൽ മാത്രം പറഞ്ഞല്ല, ഗണേശ കേസിൽ മാത്രം പറഞ്ഞല്ല, എല്ലാ കേസും ഒരുപാട് മുറിവുണ്ട്. അതിന് എണ്ണിയാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ദൈവത്തോടൊക്കെ പറഞ്ഞാൽ പോരെ. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ചാണ്ടിയുമ്മനെ ഒതുക്കാൻ പലരും നോക്കിയിട്ടുണ്ടെങ്കിലും പുതുപ്പള്ളിയിൽ ചാണ്ടി സ്റ്റാർ ആണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ രാഷ്ട്രീയ യുദ്ധത്തിൽ ആവേശം കൊള്ളിക്കാൻ പാലക്കാട് BJPക്കായി മോദി എത്തിയപ്പോൾ പുതുപ്പള്ളിയിലേക്ക് പറന്നിറങ്ങി ചാണ്ടിയുമ്മന് പോലും സർപ്രൈസ് കൊടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ആ രംഗങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. രാഹുൽ ഗാന്ധി അവർക്കും ഏറ്റവും ആദരണീയനായ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ശക്തിദുർഗം
AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MB അവർ, ഏറ്റവും ആദരണീയനായ ഫ്രാൻസിസ് ജോർജ് അവർ, കോട്ടയത്തിന്റെ MP ശ്രീമതി രാധാ വി നായർ അവർ, പ്രിയപ്പെട്ട ശ്രീമതി മരിയാമ്മ ഉമ്മൻ, പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യു, ശ്രീ ജയജി പാലക്കോടി, ശ്രീ KV ഗിരീശൻ, ശ്രീ KK രാജു, ശ്രീ സുജു ഐസക്, ശ്രീ KR ഗൗഡ്കുമാർ, ശ്രീ കുലിബശ്ശേരി, ശ്രീ ജോഷി ഫിലിപ്പ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ വരുവാൻ നമ്മുടെ നേതാവിന് സമയം കണ്ടെത്തിയതിൽ ആദ്യമേ തന്നെ വളരെ വലിയ ഒരു നന്ദി പുതുപ്പള്ളിക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനൊന്നും ഒട്ടും സമയമില്ലാത്ത സമയത്താണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. രാഹുൽജിയെ കാണുവാൻ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുതുപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അല്പം സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വിവിധ എല്ലാ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുക. കാരണം പ്രത്യേക നന്ദി അദ്ദേഹത്തിനോട് പറയാനുണ്ട്. കാരണം രാഹുൽ ഗാന്ധി എന്റെ പിതാവിന്റെ കാര്യത്തിൽ കാണിച്ച വലിയ താല്പര്യം, അദ്ദേഹത്തിന് അസുഖമാകുന്നതിന് മുമ്പും അസുഖത്തിന് ശേഷവുമൊക്കെ അദ്ദേഹത്തിന്റെ മരണശേഷവുമൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള താല്പര്യവും സ്നേഹവും കരുതലും ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്റെ മാതാവിനും ഞങ്ങൾക്കൊന്നും മറക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് താല്പര്യമാണ് എന്റെ പിതാവിനോട് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതേ താല്പര്യം ഇന്ന് എന്റെ പിതാവില്ലാത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ വന്ന് പങ്കെടുക്കുവാൻ, എന്റെ ഇലക്ഷൻ പ്രഖ്യാപനം അല്ലെങ്കിൽ ഇലക്ഷൻ കോൺടെസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന് പങ്കെടുക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു. പുതുപ്പള്ളിക്ക് വേണ്ടി, ഈ പൊതുസമൂഹത്തിന് വേണ്ടി അങ്ങേ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാം വിലയേറിയ വോട്ടുകൾ. ഇന്ന് ഉമ്മൻചാണ്ടി നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും, നിങ്ങളാണ് കഴിഞ്ഞ 2.5 വർഷക്കാലം എന്നെ കാത്തു സംരക്ഷിച്ചവർ. നിങ്ങളാണ് എന്റെ ശക്തി, നിങ്ങളാണ് എന്റെ എല്ലാം. ചിലർ നമ്മളെ വിദ്വേഷിച്ചാലും, some of our enemies or some of our political opponents, not enemies, some of our political opponents, they may hate us, but the love of people, the trust of people is more powerful than their hate, more powerful than their all kind of enmity they have towards us. സോ അത് രാഹുൽജിയുടെ അതേ കരുതലാണ്. ഇന്നിപ്പോ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ അവിടെ വഴിയിൽ കിടന്ന ഒരാളെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കയറ്റിവിടുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി 10ഓളം മിനിറ്റ് ചെലവഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ കരുതൽ. മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ എത്ര അത്യാവശ്യമാണെങ്കിൽ പോലും 4 മണിക്ക് അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിലാണ്. പക്ഷെ എന്നിട്ട് പോലും വഴിയിൽ കിടന്ന ഒരാളെ ഹോസ്പിറ്റലിലാക്കുവാൻ അദ്ദേഹം കാണിച്ച ആ താല്പര്യം, അത് തന്നെയാണ് അദ്ദേഹം മലയാളി എന്ന് പറഞ്ഞാലും മലയാളിയുടെ സ്വഭാവമാണ് അദ്ദേഹത്തിന്, മലയാളിയുടെ നേച്ചറാണ് രാഹുൽ ഗാന്ധിക്ക്. ആ മലയാളിയായ, ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയായ ശ്രീ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ശ്രീ രാഹുൽ ഗാന്ധി ടു പുതുപ്പള്ളി. താങ്ക് യു സർ ഫോർ കമ്മിങ്. सर इसको अंदर में